വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ എസ്.ഐ.ആർ ചർച്ചയിൽ ലോക്സഭയിൽ കൊമ്പുകൂർത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും. ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ആഭ്യന്തരമന്ത്രി സഭയിലെത്തിയതോടെയാണ് ഇരു നേതാക്കളും വെല്ലുവിളിയുമായി കൊമ്പുകോർത്തത്. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സംവാദം നടത്താൻ രാഹുൽ ഗാന്ധി അമിത് ഷായെ വെല്ലുവിളിച്ചു. 3 വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ തെളിവു നൽകാൻ തയ്യാറാണെന്നും തുറന്ന സംവാദത്തിന് ആഭ്യന്തരമന്ത്രി തയ്യാറുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. എന്നാൽ താൻ എന്ത് സംസാരിക്കണമെന്ന് രാഹുൽ തീരുമാനിക്കേണ്ടെന്നായി അമിത് ഷാ. ക്ഷമയോടെ ഇരുന്ന് കേൾക്കണമെന്നും എന്ത് സംസാരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ക്ഷോഭത്തോടെ അമിത് ഷാ മറുപടി നൽകി. രണ്ടാം ദിനത്തിലെ എസ്.ഐ.ആർ ചർച്ചയ്ക്കിടെ അമിത് ഷാ സംസാരിക്കുന്നതിനിടെ ഇടപെട്ട രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ സമയമനുവദിക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസ് ഭരണത്തിൽ 4 തവണ എസ്.ഐ.ആർ നടന്നുവെന്ന് അമിത് ഷാ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രമാണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വോട്ട് ചോരിയിലൂടെ രാഹുൽ ഗാന്ധി ലോക്സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടുകൊള്ളയിൽ പ്രതിപക്ഷ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ കേരളത്തിലെ നേതാക്കളെയും അമിത് ഷാ പരാമർശിച്ചു. കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മന്ത്രി വി. ശിവൻകുട്ടിയും ഉൾപ്പെടെ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായ നേതാക്കൾ വോട്ട് ചോരി ആരോപണവുമായി ഇന്ത്യൻ ജനാധിപത്യത്തെ അപമാനിക്കുകയാണെന്നായി അമിത് ഷാ. ഇരട്ട വോട്ടുകളെക്കുറിച്ചുള്ള പരാമർശത്തിന് ടി സിദ്ദിഖിന് ഇരട്ട വോട്ടുണ്ടെന്നായി അമിത് ഷായുടെ മറുപടി. വയനാട്ടിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് തന്റെ പാർട്ടി ആരോപിച്ചതായും ചൂണ്ടിക്കാട്ടി. എന്നാൽ അമിത് ഷായുടെ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ ഭയപ്പെട്ടതിന് തെളിവെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന അനധികൃത നുഴഞ്ഞുകയറ്റുകാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനാലാണ് കോൺഗ്രസ് എസ്.ഐ.ആറിനെ ഭയക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് അമിത് ഷാ മറുപടി പ്രസംഗം ആരംഭിച്ചത്. ആദ്യ വോട്ട് ചോരി നടത്തിയത് നെഹ്റുവാണ്. ഇന്ദിരാഗാന്ധിയും വോട്ടുകൊള്ള നടത്തിയാണ് ജയിച്ചത്, ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ എന്തിനൊഴിവാക്കിയെന്ന ചോദ്യത്തിന് കഴിഞ്ഞ 74 വർഷമായി കമ്മീഷനെ നിയമിക്കാൻ കൃത്യമായ മാർഗമില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തു നിയമിക്കുകയായിരുന്നു, ഇതുവരെ ആ രീതിക്ക് മാറ്റം വരുത്തിയെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വോട്ട് ചോരി ആരോപണം പൂർണ്ണമായും തെറ്റാണെന്നും തിരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നതാണ് വോട്ട് ചോരി ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി തന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞ അമിത് ഷാ ലോക്സഭയിൽ നൽകിയ മറുപടി. 1. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് രാഹുലിന്റെ ഒന്നാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യം ലഭിച്ച് 73 വർഷമായിട്ടും കമ്മീഷനെ നിയമിക്കാൻ രാജ്യത്ത് ഒരു നിയമവുമില്ലായിരുന്നു. തുടർന്ന് ഇതിനായുള്ള ഹർജിയിൽ നിയമമുണ്ടാക്കാൻ സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരമാണ് പ്രധാനമന്ത്രിയെയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടുത്തി 3 അംഗ സമിതിക്ക് നിയമം കൊണ്ടുവന്നത്. അതുവരെ സുപ്രീം കോടതി നിർദ്ദേശിച്ച താൽക്കാലിക സംവിധാനമായിരുന്നു. 1950 മുതൽ 1989 വരെ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കമ്മീഷനെ നിർദ്ദേശിച്ച് രാഷ്ട്രപതിക്ക് കത്തയക്കുകയായിരുന്നു. കോൺഗ്രസ് ഭരിച്ച 55 വർഷവും ഇതാണ് ചെയ്തത്. ഇപ്പോൾ 66% സർക്കാരും 33% പ്രതിപക്ഷവുമാണെങ്കിൽ അന്ന് 100%വും സർക്കാരായിരുന്നു. 2. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും എതിരെ ക്രിമിനൽ നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകി 2023-ൽ നിയമം കൊണ്ടുവന്നതെന്തിനാണെന്നതാണ് രണ്ടാമത്തെ ചോദ്യം. 1950-ലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരിരക്ഷ മാത്രമേ 2023-ൽ തങ്ങൾ കൊണ്ടുവന്ന നിയമത്തിനുമുള്ളൂ. 3. പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിനകം നശിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കുലർ ഇറക്കിയത് എന്തിനാണെന്നാണ് രാഹുലിന്റെ ചോദ്യം. ഒരു പോളിംഗ് ബൂത്തിൽ റീപോളിംഗ് വേണോ വേണ്ടയോ എന്നത് പരിശോധിക്കാൻ വേണ്ടി CCTV ക്യാമറ സ്ഥാപിക്കൽ കമ്മീഷൻ കൈക്കൊണ്ട ആഭ്യന്തര നടപടിയാണ്. പോളിംഗ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിക്കുന്നതിന് 45 ദിവസത്തെ സമയപരിധി നേരത്തെയുള്ള നിയമത്തിൽ നിശ്ചയിച്ചതായിരുന്നു. അന്നൊന്നും CCTV ഇല്ലായിരുന്നു. ഇപ്പോൾ CCTV കൊണ്ടുവന്നപ്പോൾ അവയ്ക്കും തിരഞ്ഞെടുപ്പ് ഹർജിക്കുള്ള സമയപരിധി പോലെ 45 ദിവസം നിശ്ചയിച്ചതാണെന്നും കോടതി നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നശിപ്പിക്കില്ലെന്നും അമിത് ഷാ പറഞ്ഞു.